ഗൈസ്, നമ്മുടെ കുടിയാൻമല ലൈവായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഷോപ്പിലൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. പറ, ഇതെന്ത് കേക്കാ? ട്രഡീഷണൽ പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇതില് റമ്മില് സോക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇതാണ് സംഭവം. ഇത് 2 കിലോ ഡേറ്റ്സ് ആണ്. ഇതിനോട്ട് നമ്മള് 2 കിലോ ഉണക്കമുന്തിരി സീഡ്ലെസ് ആണ്. 2 കിലോ ഉണക്കമുന്തിരി ഉണ്ട്. ഇത് അരിഞ്ഞിട്ടായിരുന്നു. ഇത് ചെറുങ്ങനെ ചെറിയ കൃഷി ചെയ്തിരുന്നതാണ്. എന്താ അത്? ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് 2 കിലോ ഉണ്ട്. ഓറഞ്ച്, യെല്ലോ, റെഡ് മിക്സ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതിരുന്നത്. ഓക്കെ. ഇത് നമ്മുടെ ഓറഞ്ച് പീല്. ഓറഞ്ച് പീല് വിളയിച്ചതാട്ടോ. ഓറഞ്ച് പീലല്ലേ? അതെന്താക്കി വിളയ കേക്ക് ചെയ്യുമ്പോൾ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. കേക്കിന്റെ ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ നല്ലതാണ്. വേറെ കാര്യം, നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണോ ആഡ് ചെയ്യാനേ. ഓറഞ്ച് മാത്രല്ല, ഏത് വേണേലും ഇടാം അല്ലേ? ഇതെന്താ സംഭവം? ഇത് 750 ഗ്രാം ഇഞ്ചി വിളയിച്ചതാണിത്. ഇഞ്ചി വിളയിച്ചതല്ലേ? ഇഞ്ചി വിളയിച്ചത്. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്തെങ്കിലും ഫ്രൂട്ട് ക്രഷ് ചേർത്ത് കൊടുക്കും. നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്ന ബ്ലൂബെറിയുടെ ക്രഷ് ആണ്. ഏതാ ബ്ലൂബെറി? ഓക്കെ. ഇത് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇത് ഒഴിക്കുന്നത് അല്ലേ? പിന്നെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ചില്ലി ബർണിയില് സേവ് ചെയ്ത് വെക്കുകയാണ്. ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഞങ്ങൾ ഉണ്ടാക്കുക അല്ലേ? ഓക്കെ. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷം നമ്മൾ എടുക്കുള്ളൂ. അതെയോ? കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ക്രിസ്മസിനേക്ക് ഇത് മതിയോ? ഇത്രയും മതിയോ? ഇത്രയും മതി. ഇത് ഏകദേശം ഒരു 9.5 കിലോയോളം വരുന്നുണ്ട്. നമ്മുടെ ട്രഡീഷണൽ പ്ലം കേക്ക് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടമാണ്. ഞാൻ മറ്റേ ക്രഷ് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തില്ലേ, അതിനുശേഷം ബ്രാൻഡി ഒഴിക്കാൻ പറ്റുള്ളൂ. ഇത് ബ്രാൻഡി അല്ലേ? റമ്മ.